സമസ്തയുടെ 100-ാം വാർഷിക ക്യാമ്പ് നടക്കുന്ന സ്റ്റേജിനും നമ്മുടെ പവലിയനും പിറകിൽ ഒരു വലിയ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനങ്ങൾ നടക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അവിടുത്തെ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. നമ്മൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഇടനാഴിയാണ്. നമ്മളിങ്ങനെ കയറി മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്, ആദ്യം തന്നെ VIP ലോഞ്ചാണ് നമ്മൾ ആദ്യം കാണുക. ഇവിടെയാണ് ഈ VIP ലോഞ്ച് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ LED സ്ക്രീനിൽ VIP-കളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു. അവർക്ക് എന്താണ് വേദിയിൽ നടക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇവിടെ ആ കാഴ്ചകൾ അവർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് പ്രത്യേകം തയ്യാറാക്കിയ സോഫകളൊക്കെ തയ്യാറാക്കി അങ്ങനെ അവർ ഇവിടെ ഇരിക്കും. അതിനുശേഷം പിന്നീട് കൺട്രോൾ റൂമുകളാണ്. VIP-കൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം, അതോടൊപ്പം തന്നെ പാനലുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ്, അവർ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെയും ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ അടങ്ങുന്ന സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ കൊട ഉസ്താദ് ചേരുകയാണ്. ഉസ്താദെ, നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു ദിവസം നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ളൊരു നമ്മുടെ ഒരു വിജയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥമൊക്കെ എങ്ങനെയാണ്? ആധുനിക കാലത്ത് വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി നടത്തുന്ന മഹത്തായ അന്താരാഷ്ട്ര സമ്മേളനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി. അപ്പോൾ ശ്രദ്ധേയമായ ഉദ്ഘാടന സമ്മേളനം ഇന്നലെ വളരെ കെങ്കേമമായിരുന്നു. അള്ളാഹു ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും ഊർജ്ജം നൽകുന്ന ഒരു സമ്മേളനമായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഈ ചടങ്ങിലും അനുബന്ധ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ആ VIP ലോഞ്ചിൽ നിന്ന് നേരെ അടുത്ത ഒരു പവലിയൻ, ഒരുപാട് പവലിയനുകളുണ്ട്. ഇതാണ് സ്റ്റേജിലേക്കുള്ള പ്രധാന വഴി. ഈ സ്റ്റേജിനൊരു പ്രത്യേകതയുണ്ട്. സ്റ്റേജിന് മുൻപിൽ നിന്ന് സ്റ്റെപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടവഴിയോ വേദിയിലേക്ക് കൊടുത്തിട്ടില്ല. ഈ വേദിയിലേക്ക് വരുന്ന VIP-കളെല്ലാം ഈ വേദിയുടെ പിറകു വശത്തിലൂടെ എത്തി ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു ലോക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വിക്കായുണ്ട്. ഇവർ അനുവദിച്ചെങ്കിൽ മാത്രമാണ് ഈ വേദിയിലേക്ക് നമുക്ക് പോലും പ്രവേശനം ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വേദിയിലേക്ക് കടക്കുന്നത്. ഈ വേദിയുടെ തൊട്ടിപ്പുറത്ത് VIP-കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാനുള്ള മറ്റൊരു ലോഞ്ച് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അവരുടെ ഫൈനൽ ഡിസ്കഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഇവിടെ ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ലോഞ്ച് കൂടി ഉണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ കുട്ടികളുടെ ഒരു കൺട്രോൾ റൂം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുസ്തഫ ഷറഫി കക്കുപടിയും അവരുടെ ശിഷ്യന്മാരും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ മാസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവരാണ് ഓരോ ആളുകളെ കോണ്ടാക്ട് ചെയ്തത്. ഇവരാണ് 33,000-ഓളം ആളുകളെ ഫോൺ വിളിക്കുന്നത്. അത് ഒരു തവണയല്ല, 1, 2, 3, 5 തവണ വരെ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരാണ് എല്ലാ കോർഡിനേഷനും, പേപ്പർ വർക്കുകൾ, അതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻസ് എല്ലാം ചെയ്ത് അവരുടെ ഒരു റൂമാണ്. ആ കുട്ടികൾ ഫുൾ ടൈം രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല. അങ്ങനെയുള്ള ഒരു കുട്ടികളുടെ ഒരു ടീമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെ വിഷയാവതരണം നടത്തിയതിന് ശേഷം ജസീൽ കമാലി നമ്മുടെ കൂടെ ചേരുകയാണ്. ഉസ്താദ്, വിഷയാവതരണം നടത്തി വന്നിരിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വലിയ ഓഡിയൻസിനെ നോക്കി വിഷയാവതരണമൊക്കെ നടത്തി, എന്നൊരു എക്സ്പീരിയൻസ് എന്താണ്? അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ വളരെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കാനും. മാത്രമല്ല, സമസ്തയുടെ 100-ാം വാർഷികം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരുപാട് ദിവസങ്ങളും ഒരുപാട് കാലങ്ങളുമായി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സദസ്സിനെ മുന്നിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു ആനന്ദമായി. മാത്രമല്ല, വളരെ വിശാലമായ പരന്നു കിടക്കുന്ന സമസ്തയുടെ പ്രവർത്തകരെ കണ്ടപ്പോൾ വല്ലാത്ത ആവേശവും സന്തോഷവുമാണ്. അൽഹംദുലില്ലാ. ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ടാവും, പക്ഷേ ഇത്ര വലിയൊരു ഓഡിയൻസ്. അൽഹംദുലില്ലാ, അതും കറകളഞ്ഞ സമസ്തക്കാരായ നല്ലൊരു ഓഡിയൻസ് ദൈവത്തിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് നല്ല മനസ്സോടുകൂടെ ഇരിക്കുന്ന, തുറന്ന മനസ്സോടുകൂടെ ഇരിക്കുന്ന അവരെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കും. എന്തായിരുന്നു സബ്ജക്റ്റ്? എന്തായിരുന്നു സബ്ജക്റ്റ്? പ്രബോധനം, മനോഭാവം എന്നതായിരുന്നു. 40 മിനിറ്റ്. അത് കറക്റ്റ് സമയബന്ധിതമായിട്ട് തന്നെ നമ്മുടെ പോഡിയത്തിൽ തന്നെ സമയം സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമുക്ക് എത്ര സമയം പറയണം, ഒരു നിശ്ചിത സമയമായാൽ അവിടെ പിന്നെ വേറെ നിറത്തിലാകും. പിന്നെ അപ്പോൾ അവസാനിക്കേണ്ടത് കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന വിധത്തിൽ വളരെ നല്ല രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. നിങ്ങളുടെ പോയിന്റുകളൊക്കെ ആ സിസ്റ്റത്തിലേക്ക് അവിടെ വരും.
അത് നേരത്തെ തന്നെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും നമുക്ക് അവിടെ പോയിട്ട് വിഷയം അവതരിപ്പിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്. വിഷയാവതരണത്തിന് മുൻപ് മറ്റേതെങ്കിലും ഉസ്താദുമാരൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത അങ്ങനെയൊക്കെ നമ്മൾ ഉസ്താദുമാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് വിഷയത്തെ ക്രോഡീകരിച്ചത് എന്ന് മാത്രമല്ല ഓരോ വിഷയങ്ങളെയും കൃത്യമായിട്ട് നമ്മുടെ ഉസ്താദുമാർ അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വിഷയം നമുക്ക് നൽകപ്പെട്ടൊരു വിഷയം നമ്മുടെ ഉസ്താദുമാർക്ക് അയച്ചു കൊടുത്താൽ അവരതൊന്ന് ഏകദേശം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നോക്കിയിട്ട് ഒരുപക്ഷെ ആവർത്തനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സംസാരിച്ചത് പ്രബോധനം എന്ന സെഷനാണ്. അതിൽ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം, പ്രബോധനം എന്തിന്, പ്രബോധകരുടെ മനോഭാവം, പ്രബോധനം, സമീപനം, ഇതൊക്കെ ഒറ്റ വാക്കിൽ നോക്കുമ്പോൾ ഏകദേശം ഒരേ വിഷയങ്ങളാണ്. പക്ഷേ ഈ വിഷയങ്ങളെ വ്യത്യസ്ത വിഷയങ്ങളാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ ഓരോ ആളുകളും എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിർവചിക്കപ്പെടണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ആദ്യം എനിക്ക് തന്ന ഹിൻസുകളൊക്കെ ഏകദേശം നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ പ്രസംഗം തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇതേ വിഷയങ്ങൾ മറ്റു പ്രഭാഷകരിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൻ്റെ റൂട്ട് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടിയും നമുക്കതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നു. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ വിഷയം കൈകാര്യം ചെയ്തു. അത് വളരെ നല്ലൊരു ആവർത്തനങ്ങളില്ലാതെ, കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉസ്താദുമാരുണ്ട്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ സദസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു വിരസത ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായി നല്ല രൂപത്തിൽ ചിട്ടയോടുകൂടെ ബഹുമാനപ്പെട്ട കക്കുപടി ഉസ്താദിൻ്റെ നേതൃത്വത്തിലും അവരുടെ നമ്മുടെ മീഡിയ ടീമൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അൽഹംദുലില്ലാഹ്. എന്തായാലും ഹാപ്പിയാണ്, സന്തോഷം. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ മറ്റൊരു അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പേരെന്തായിരുന്നു? അബ്ദുൽ സമദ് നെടുങ്കണ്ടം. ഈ ഒരു ഷർട്ട്, ഈ ഒരു കുപ്പായം, ഇതാണ് വ്യത്യസ്തമായിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു കുപ്പായത്തിൽ എന്താ വ്യത്യസ്തത എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അത് സമദിക്ക തന്നെ പറയും. സമസ്തയുടെ ലോഗോയൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കുപ്പായത്തിൽ ഒരു ലോഗോ ഇട്ട ഒരാളെ ഞാനിവിടെ കാണുന്നത്. എന്താണ് ഈ ഒരു കുപ്പായത്തിൻ്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം ഓറോസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, സമ്മേളനത്തിന് ഷർട്ട് എടുക്കുന്നില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു പതാക ദിനത്തിനൊരു ഷർട്ട് വാങ്ങിക്കണം, വൈറ്റ് എന്ന് പറയും. അപ്പോൾ വൈറ്റ് വാങ്ങിച്ചു വരികയാണെങ്കിൽ അത് നമുക്ക് ലോഗോ ഉണ്ടാക്കാഞ്ഞു. അങ്ങനെ അപ്പം തന്നെ നമ്മൾ രണ്ടാളും പോയി തുണി വാങ്ങിച്ചു, ടൈലറുടെ അടുത്ത് കൊടുത്തു. അപ്പോൾ ആ ഷർട്ടിൻ്റെ കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും ഇത് ലോഗോ ചെയ്തു തന്നു. ഇത്രയും വളരെ ഭംഗിയാവുന്നു, ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. നേരെ ഇന്നലെ ക്യാമ്പിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ സന്തോഷം എനിക്ക് കിട്ടിയത്. വെച്ചാൽ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് ഇത് നോക്കുകയും ഇതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇതിന് നല്ലൊരു അഭിപ്രായം കിട്ടുകയും ചെയ്ത് അത് വലിയൊരു സന്തോഷമായി. ഭാര്യൻ്റെ ഭാഗത്ത് കിട്ടിയ വലിയൊരു സന്തോഷമാണ് എനിക്ക്. അത് ഇന്നലെ കുടുംബത്തിലൊക്കെ ഞാനത് പറഞ്ഞു. എനിക്ക് ഇന്നലെ ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് ഭാര്യൻ്റെ കൈവന്ന് ഇത് തന്നെയാണ്. വെച്ചാൽ വ്യത്യസ്തമായ ഒരു രൂപത്തിലൂടെ വരാൻ പറ്റുക എന്നുള്ളത്. എന്നാലും ഭാര്യൻ്റെ കുടുംബക്കാരും നല്ല സമസ്തയാണ്. ഒറിജിനൽ എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് അവർ സമസ്തക്കാരാണ്, എൻ്റെ കുടുംബക്കാരും സമസ്തക്കാരാണ്. അപ്പോൾ ഭാര്യക്കും എന്നെ ഇങ്ങനെയുള്ള ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനൊക്കെ ഭാര്യ നല്ല സപ്പോർട്ടാണ്. SYSൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, SKMMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ റേഞ്ച് അടിസ്ഥാനത്തിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏത് പാതിരാത്രി പോകുമ്പോഴും സന്തോഷത്തോടു കൂടി വാതിൽ തുറന്നു തരികയും സമസ്തക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ അവർക്ക് സന്തോഷം, കുടുംബത്തിനടക്കം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബത്തിലാണ് ഉണ്ടായത് എന്നൊരു വലിയ സന്തോഷം തന്നെ എനിക്കുള്ളത്. ഏതായാലും ഭാര്യ വളരെ മനസ്സറിഞ്ഞൊരു നല്ലൊരു സമ്മാനം. ഇതിങ്ങനെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഇട്ട് നടക്കുകയാണ്. ഇന്നലെ ഇത് നടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബാഡ് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട് കിട്ടി എനിക്ക്. എല്ലാവരും നല്ല 1-2 എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞോ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി? ഇപ്പോൾ രാവിലെ പോയിട്ട് വന്നതാണ്. സന്തോഷത്തിലാണ് അയക്കുന്നതും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു തരുന്നത്. ഇത് വർക്ക് ചെയ്യാൻ നല്ല പണിയുണ്ട്. ഇത് അവൾ പഠിച്ചു തന്നെയാണ്. തുന്നി ചേർത്താന്ന് അല്ലേ? ദൃശ്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. സ്വന്തം ഭാര്യ ഭർത്താവിന് സമ്മേളനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് തൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ഭാര്യ, ആ ഭാര്യയുടെ ഒരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതായിരുന്നാലും ആ ഭാര്യയുടെ സുപ്രഭാതത്തിൻ്റെ ഒരു അന്വേഷണം പറയുക ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു റൂമിലാണ്, അഥവാ VIP ഓഡിയൻസ് ചേംബർ എന്നാണ് ഈ റൂമിന് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ഉസ്താദന്മാരും മറ്റാളുകളൊക്കെ ഇവിടെ അവർക്ക് ഒരു ചേംബർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ലോഞ്ചിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മറ്റൊന്ന് നൽകിയിട്ടുള്ളത് VVIP പ്രസിഡൻഷ്യൽ ലോഞ്ച് എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്രമ കേന്ദ്രം. അത്തരത്തിൽ 2 ലോഞ്ചുകൾ കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഒരേ സമയം പല ഡിസ്കഷനും നടക്കും. അപ്പോൾ പാനൽ ഡിസ്കഷൻ ഉണ്ടാകും, മറ്റ് ഡിസ്കഷനുകൾ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെയുള്ള ആളുകൾ ഇവിടെ തയ്യാറായി നിൽക്കും. ഇത് അവർക്ക് ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു റൂമാണ്. ഇത് സ്റ്റേജിൻ്റെ മറ്റൊരു വഴിയാണ്. ഈ വഴിക്ക് തൊട്ടപ്പുറത്തും അതുപോലെ ഒരു ലോഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട്.
ഇനി നമ്മളിതിൻ്റെ എക്സിറ്റ്, ഇതിൻ്റെ മറ്റൊരു പന്തലുണ്ട്, അവിടെയും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ലോഞ്ചിലേക്കാണ് പിന്നീട് നമ്മൾ എത്തുന്നത്. അവിടെ CCTVയുടെയും അതോടൊപ്പം തന്നെ മറ്റ് കൺട്രോൾ റൂമുകളുമൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ബോർഡ് റൂം എന്നാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മറ്റ് ഇതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു റൂം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഹോസ്പിറ്റാലിറ്റി ആൻഡ് അക്കോമഡേഷൻ ഡെസ്ക്, സുപ്രഭാതം ന്യൂസ് ബ്യൂറോ, സുപ്രഭാതത്തിൻ്റെ പത്രപ്രവർത്തകരുടെ ലോഞ്ച് കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ നടക്കും. തൊലബയുടെ വോളണ്ടിയർ പവലിയനാണ് ഇനി നമ്മൾ കാണുന്നത്. അതും സ്റ്റേജിന് പിറകിൽ തന്നെയാണ്. അവിടെയൊക്കെ ആളുകൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിശ്രമിക്കുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മുറിയുണ്ട്. അതോടൊപ്പം തന്നെ സെന്നറി മീഡിയ ഹബ്ബ്, മീഡിയയുടെ പ്രവർത്തകർ ഇരിക്കുന്ന, മീഡിയയുടെ ന്യൂസ് കാർഡുകൾ, അപ്ഡേഷൻസുകൾ, പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഓരോ സമയത്തുമുള്ള അപ്ഡേഷനുകൾ ഈ റൂമിൽ നിന്നാണ് നടക്കുക.